നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിനു വേണ്ടിയുള്ള സമാധാന ചർച്ചയ്ക്ക് മികച്ച തുടക്കമെന്നാണ് US ഇപ്പോൾ വ്യക്തമാക്കുന്നത്. CIA ഡയറക്ടർ വില്യം ബേൺസ് ഉൾപ്പെടുന്നവർ പങ്കെടുക്കുന്ന ചർച്ച ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ആരംഭിച്ചതായി US ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ജോൺ കിർബി പറയുന്നു. വ്യാഴാഴ്ച മികച്ച തുടക്കമായിരുന്നു എന്നും ഇനിയും ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ടെന്നും വെള്ളിയാഴ്ചയും ചർച്ച തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും കിർബി വാഷിംഗ്ടണിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ജൂലൈ 31 ടെഹ്റാനിൽ ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇസ്രായേലിനെതിരെ ഇറാൻ തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗസയിൽ വെടിനിർത്തലിന് US മുൻകൈ എടുക്കുന്നത്. ഇസ്രായേലിനെ സഹായിക്കുന്നതിനായി US യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും യുദ്ധവിമാനങ്ങളും ഈ മേഖലയിലേക്ക് അയച്ചിരിക്കുന്നതിനാൽ ഗസയിൽ വെടിനിർത്തൽ വേണമെന്നാണ് USന്റെ ആവശ്യം. വ്യാഴാഴ്ചത്തെ ചർച്ചയിൽ പങ്കെടുത്തില്ല എന്നും എന്നാൽ മധ്യസ്ഥരുമായുള്ള ചർച്ചയിൽ പങ്കെടുക്കാൻ തയ്യാറാണെന്നും ഹമാസ് വക്താവ് ഒസാമ ഹംദാൻ പറയുന്നു. US പ്രസിഡന്റ് ജോ ബൈഡൻ മെയ് അവസാനത്തോടുകൂടി ആവിഷ്കരിച്ച സമാധാന ഉടമ്പടി നടപ്പിലാക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു. ഇസ്രായേൽ അധിനിവേശം നടത്തിയെന്ന് അംഗീകരിച്ചാൽ ചർച്ചകൾക്ക് ഞങ്ങൾ സമ്മതിക്കുമെന്നും പക്ഷേ ഇതുവരെ പുതുതായി ഒന്നുമില്ല എന്നും ഹംദാൻ വാർത്താ ഏജൻസിയായ AFPയോട് പറഞ്ഞു. ഫലസ്തീൻ ജനതയെ കൊല്ലാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് കൂടുതൽ സമയം നൽകുന്ന നീണ്ട ചർച്ചയിൽ ഹമാസ് പങ്കെടുക്കില്ല എന്നും ഹംദാൻ പറയുന്നു. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഒരിക്കൽ മാത്രമാണ് വെടിനിർത്തൽ നടപ്പിലായത്. ഒക്ടോബർ 7 ആക്രമണത്തിൽ പിടികൂടിയ 105 ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചപ്പോൾ നവംബറിലായിരുന്നു വെടിനിർത്തൽ. ഇസ്രായേൽ ജയിലിലുണ്ടായിരുന്ന 240 ഫലസ്തീനികളെ വിട്ടയച്ചതിന് പകരമായാണ് 105 ബന്ദികളെ ഹമാസ് വിട്ടയച്ചത്. ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ 40,005 പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്.